സൂപ്പറാണല്ലോ. കളാവ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഒരു ഹെയർ കട്ട് വ്ളോഗാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെ കുറച്ച് പണികളും തിരക്കൊക്കെയാണ്. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ആങ്ങളുടെ കല്യാണമായിട്ടുണ്ടെന്ന്. അപ്പോൾ കല്യാണമായിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ഹെയർ കട്ടിന് പോകുന്നത്. ചേട്ടൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്, അതായത് എൻ്റെ ബ്രദറിൻ്റെ കൂടെ തന്നെ പോകുന്നത്. അപ്പോൾ സെബാനാണ് വണ്ടി ഓടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ വൈകുന്നേരം അല്ല, ഉച്ച കഴിഞ്ഞോളൂ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ തന്നെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയുള്ള ഒരു സലൂണിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നപ്പോൾ അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെയാണ്, കൊള്ളാം, നല്ല ഒരു ഇതൊക്കെയുണ്ട്. എനിക്ക് പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായി പോകും. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ആകെ ഭയങ്കര ഒരു ടെൻഷൻ, ഭയങ്കര ഒരു ഇതൊക്കെ ഇരിക്കും. എനിക്കറിയത്തില്ല എന്താണെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുക, ഒരു പൊക്കത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ വാക്ക് എന്തെന്നാണ് അത് വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ നോക്കി. പിന്നെയും മനസ്സിലായില്ല എന്തെന്നാണ് വായിക്കുക. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, അതവിടെ കിടക്കട്ടെ, വെറുതെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വായിക്കാൻ വേണ്ടി നിന്നില്ല. അങ്ങനെ എൻ്റെ ഊഴം എത്തിയപ്പോഴേക്കും അവൻ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയിരുന്നു. അപ്പോൾ ആദ്യമേ എൻ്റെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവിടെ, എൻ്റെ ബ്രദറിൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം ഹെയറൊക്കെ വാഷ് ചെയ്ത് ഞാനിങ്ങനെ കുടുംബ കെട്ടി മറ്റേ കുമ്പിടി ഇരിക്കുന്ന പോലെ ഞാനിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്നപ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ, ഒരു എക്സൈറ്റ്മെൻറ്റ്, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. കാരണം എങ്ങനെയായിരിക്കും ഹെയർ കട്ട് ചെയ്ത് വരുമ്പോൾ എന്നുള്ള ഒരു കോലം. ഞാനാണെങ്കിൽ എൻ്റെ ഹെയർ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് അതിലല്ല ഒരു ലെയർ അങ്ങനത്തെ ഒരു മോഡലൊക്കെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ ഫൈനലായിട്ട് മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ലുക്കായിരുന്നു മക്കളെ. കൊള്ളാല്ലേ, സത്യം പറയാമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേന്ന് ഞാൻ തന്നെ പറയുന്നു, നിങ്ങൾ പറയും എങ്ങനെയായിട്ട് കൊള്ളാവും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ചേട്ടക്കാണെങ്കിലും അതായത് സെബാനാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന ചേട്ടന് നല്ലതായിട്ട് വെട്ടിയത്, വേറെ ആളാണ് വെട്ടിയത്. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴേക്കും കെട്ടിയാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കെട്ടിയാനും ശരിക്കും അത് അയാളുടെ ഒറിജിനൽ റിവ്യൂ ആണ് കേട്ടോ. പക്ഷേ റോസമ്മയുടെ റിവ്യൂ ഇച്ചിരി അത് കൂടുതലായിപ്പോയി. കാരണം ഞാൻ തന്നെ റോസമ്മയുടെ റിവ്യൂ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് റോസമ്മ എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് നടന്നു വരുമോ എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഓളങ്ങോട്ട് ഓവറായിട്ട് അങ്ങോട്ട് അഭിനയിച്ച് തകർത്ത്. പിന്നെ ഞാൻ വിചാരിച്ച് കിടന്നോട്ടെ, റോസമ്മയുടെ ഓവർ ആക്ടിങ് ഇച്ചിരി കിടക്കട്ടെ വിചാരിച്ച്. സത്യം പറഞ്ഞാൽ അമ്മച്ചിക്ക് മുടി വെട്ടുന്നത് ഇഷ്ടമല്ല. അമ്മച്ചിക്ക് എൻ്റെ മുടി എപ്പോഴും അതേപോലെ തന്നെ കിടക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ ഇഷ്ടമാണ് പുള്ളിക്കാരത്തിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിന് പിന്നെ വേറെ ഒന്നും അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷേ ചേട്ടക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടക്ക് ഇങ്ങനെ മുടിയൊക്കെ വെട്ടുന്നതും ഇങ്ങനെ ഇച്ചിരി മോഡേണായിട്ടൊക്കെ നടക്കുന്നതൊക്കെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ മുടി വെട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പിന്നെ കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുക്കലും മുടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച് കുറച്ച് പട്ടിഷ കാണിച്ചിട്ടൊക്കെ കിടക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു മുടിയുടെ സ്റ്റൈൽ നാളെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുടി വെട്ടിയത് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.